എനിക്ക് എനിക്കിതിൽ കയറാൻ അറിയില്ല കാശിയേട്ടാ. പക്ഷേ അവൻ്റെ കാതുകളിൽ അവളുടെ കാശിയേട്ടാ എന്ന വിളി മാത്രമാണ് മുഴങ്ങിക്കേട്ടത്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവൻ്റെ മറുപടിയൊന്നും ഇല്ല എന്നറിഞ്ഞ് പാറു മുഖമുയർത്തി നോക്കി. തൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവനെ കണ്ടതും അവളിൽ വെപ്രാളം നിറഞ്ഞു. എന്താ വിളിച്ചത്? അവൻ ചോദിച്ചപ്പോൾ മാത്രമാണ് അവൾക്ക് സത്യത്തിൽ താൻ അവനെ എന്താ വിളിച്ചതെന്ന് ഓർമ്മ വന്നത്. അവളൊരു ഞെട്ടലോടെ ഇടങ്കൈ കൊണ്ട് വാപ്പൊത്തി അവനെ നോക്കി. അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ഡോണ്ട് യു ഹിയർ മൈ ക്വസ്റ്റ്യൻ? അവളുടെ നിൽപ്പ് കണ്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അത് ഞാൻ അറിയാതെ. പാറൊരു പതർച്ചയോടെ അവനെ നോക്കി. ഞാൻ അതാണോ ചോദിച്ചത്? താൻ ഉദ്ദേശിച്ച മറുപടിയല്ല കിട്ടുന്നത് എന്നറിഞ്ഞതും അവൻ്റെ ശബ്ദം കടുത്തു. കാശി. അവൻ്റെ മുഖഭാവം കണ്ട് ഒരു പേടിയോടെ പാറു പറഞ്ഞു. നോ നോ, നോട്ട് ലൈക്ക് ദാറ്റ്. നേരത്തെ വിളിച്ചതുപോലെ വിളിക്കേ. അവളിലെ ഭയം മനസ്സിലാക്കി ഇപ്രാവശ്യം അല്പം മയത്തിലാണ് അവൻ പറഞ്ഞത്. അതുകൂടി കേട്ടതും പാറു അവനെ ദയനീയമായി നോക്കി. പക്ഷേ അത് കേട്ടേ അടങ്ങൂ എന്ന ഭാവത്തിൽ നിൽക്കുന്നവനെ കണ്ടതും ഇനി വിളിക്കാതെ രക്ഷയില്ല എന്നവൾക്ക് മനസ്സിലായി. കാശിയേട്ടാ. അവളുടെ വിളി കേട്ട നിമിഷം അവൻ്റെ അധരങ്ങൾ മനോഹരമായി വിരിഞ്ഞു. ഒരു നിമിഷം അവളും അവൻ്റെ ചിരിയിൽ മയങ്ങിപ്പോയി. ഐ ലൈക്ക് ദാറ്റ്. ഇനി അങ്ങനെ വിളിച്ചാൽ മതി. അതേ ചിരിയോടെ തന്നെ അവൻ പറയുമ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ അധരങ്ങളും വിരിഞ്ഞു. ബേബി, ജസ്റ്റ് ഹോൾഡ് മൈ ഹാൻഡ്. എന്നിട്ട് പതിയെ കയറ്. അവൻ അത്രയും പറഞ്ഞതിൽ അവൻ തന്നെ ബേബി എന്ന് വിളിച്ചത് മാത്രമാണ് അവൾ ശ്രദ്ധിച്ചത്. അവൾ മിഴിഞ്ഞ കണ്ണോടെ അവനെ നോക്കി. വാട്ട്? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ തലയനക്കി. അത് കണ്ടതും കയറാനെന്ന പോലെ അവൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. ആദ്യമായി ബൈക്കിൽ കയറുന്നതിൻ്റെ എല്ലാവിധ പേടിയും അവൾക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൻ നീട്ടിപ്പിടിച്ച് അവൻ്റെ കയ്യിൽ അവൾ ഇറുകെ പിടിച്ചു. ഒരുവിധം കയറിയിരുന്ന ശേഷം ആശ്വാസത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് മുഖമുയർത്തിയ പാറു കാണുന്നത് മിററിൽ കൂടി തന്നെ നോക്കുന്ന കാശിയാണ്. ആ നോട്ടം താങ്ങാനാകാതെ അവളൊരു പിടച്ചിലോടെ മിഴികൾ മാറ്റി. ഷാൽ വി ഗോ? ചിരിയോടെ അവൻ തിരക്കിയതും അവൾ അവനെ നോക്കാതെ തലയനക്കി. പെട്ടെന്ന് ബൈക്ക് മുന്നോട്ടെടുത്തതും അവളൊരു പേടിയോടെ അവനെ ഇറുകെ പിടിച്ചു. അവർ കോളേജ് ഗേറ്റ് കടന്നു പോകുന്നത് വരെയും എല്ലാവരുടെയും കണ്ണുകൾ അവരിലായിരുന്നു. ഡാ, ഞാൻ കണ്ടത് തന്നെയാണോ നിങ്ങളും കണ്ടത്? ദേവ് പോയ വഴിയെ നോക്കിക്കൊണ്ട് വിനു മറ്റുള്ളവരോട് തിരക്കി. നിനക്ക് എന്താടാ? ആദി വിനുവിനെ കാട്ടിക്കൂട്ടൽ കണ്ട് അവനോട് തിരക്കി. എടാ, അപ്പോൾ അവൻ സീരിയസ് ആയിട്ടാണോ? അതുവരെ ചിരിയോടെ നിന്ന ക്രിസ്റ്റിയുടെ മുഖം വിനുവിൻ്റെ ആ ചോദ്യം കേട്ടതും മാഞ്ഞു. എന്താ നീ അങ്ങനെ പറഞ്ഞേ? അവൻ തമാശയ്ക്ക് ആരെങ്കിലും നോക്കുന്നത് നീ കണ്ടോ? ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യത്തിൽ വിനു വല്ലാതെയായി. എടാ, ഞാൻ അങ്ങനെയല്ല. അവൻ ആരെയും അവൻ്റെ വണ്ടിയിൽ കയറ്റാറില്ലല്ലോ. എന്തിന്, കസിനായ ഇവനെ പോലും അതിലൊന്ന് തൊടാൻ പോലും സമ്മതിക്കില്ലല്ലോ. അങ്ങനെയുള്ള അവൻ അവളെ അതിൽ കയറ്റിയപ്പോൾ തന്നെ നിനക്ക് ഊഹിക്കാൻ വയ്യേ അവളപ്പോൾ അവൻ അത്രയും പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു എന്ന്. വിനുവിൻ്റെ ചോദ്യത്തിൻ്റെ ബാക്കി പൂരിപ്പിച്ചത് ആദിയായിരുന്നു. ദൈവമേ, അതൊരു പൂച്ചക്കുഞ്ഞാണെന്ന് തോന്നുന്നു. അവനെ അത് എങ്ങനെ താങ്ങും? ഒരു നെടുവീർപ്പോടെ പറയുന്ന വിനുവിനെ കണ്ട് ആദിയും ക്രിസ്റ്റിയും ഒന്ന് ചിരിച്ചു. അപ്പോഴും സൂര്യ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇന്നത്തെ പ്രവൃത്തി കൊണ്ട് തന്നെ പാർവതി ദേവന് എല്ലാമാണെന്ന് അവന് മനസ്സിലായി. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അങ്കിൾ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്ത് അവരുടെ ഇടയിൽ നിന്നും മാറി. അവനെപ്പോലെ തന്നെ അസ്വസ്ഥമായ മനസ്സോടെ ഒരുവൾ കൂടി ആ കോളേജിലുണ്ടായിരുന്നു, റിയ. ഹെലൻ വിളിക്കുന്നത് കേട്ടതും റിയ ചുവന്ന് കലങ്ങിയ മിഴികളോടെ അവളെ നോക്കി. നീ എങ്ങനെ വറീഡാവല്ലേ, ചിലപ്പോൾ വല്ല കസിനും ആകും. എന്നുവെച്ച് അവൻ്റെ കൂടെ പോകണോ? അതും അവൻ്റെ വണ്ടിയിൽ? നീ എപ്പോഴെങ്കിലും അവനല്ലാതെ വേറെ ആരെങ്കിലും അതിൽ വരുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിന്, അവൻ്റെ ഗ്യാങ്ങിലുള്ളവർ പോലും അതിൽ കയറിയിട്ടില്ല. എന്നിട്ട് ഇന്ന് വന്ന ഏതോ ഒരുത്തി അവനൊപ്പം മുട്ടിയൊരുമി. ഇല്ല, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഏയ് റിയ, നീ ഇങ്ങനെ ഷൗട്ട് ചെയ്യാതെ. ആദ്യം അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാം, ബാക്കിയൊക്കെ അത് കഴിഞ്ഞു നോക്കാം. ഹെലൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ വെട്ടിത്തിരിഞ്ഞു നടന്നു. കാശി അവളെയും കൊണ്ട് ഒരു ലേക്ക് സൈഡിലുള്ള പാർക്കിലേക്കാണ് പോയത്. അവൾക്ക് അവിടം വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് അവളുടെ മുഖത്ത് നിന്നും അവന് മനസ്സിലായി. പാർവതി, അവൻ വിളിക്കുന്നത് കേട്ട് അവൾ അവനെ തിരിഞ്ഞു നോക്കി. ഒരു ഇളമഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞ മരത്തിന് കീഴിലുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അവൻ വിളിച്ചു. സിറ്റ്.
അവൻ പറഞ്ഞതും അവനിൽ നിന്നും കുറച്ച് നീങ്ങി അവൾ ഇരുന്നു. ഞാൻ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാ മറുത്തൊന്നും ചോദിക്കാതെ എൻ്റെ ഒപ്പം വന്നത്? അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറി. ശരിക്കും അതിനുള്ള ഉത്തരം അവളുടെ പക്കലില്ലായിരുന്നു. പക്ഷേ തൻ്റെ മുന്നിൽ നിൽക്കുന്നവനിൽ മനസ്സ് വല്ലാതെ അടിമപ്പെടുന്നത് അവളൊരു ഞെട്ടലോടെ മനസ്സിലാക്കി. താൻ അറിയാതെ തന്നെ അവനെ അനുസരിച്ച് പോകുന്നു. എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഏയ് ബേബി, ഡോണ്ട് ക്രൈ. പാറുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. അതവളിൽ എന്തിനെന്നറിയാതെ വലിയ ആശ്വാസമാണ് നിറച്ചത്. ഓക്കെ, ഞാനിനി പറയുന്നത് നന്നായി കേൾക്കണം. കുറച്ച് ദിവസങ്ങളായി ഞാൻ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. നിന്നെ കാണുന്ന നിമിഷം വരെ ഞാൻ അതൊക്കെ വെറും സ്റ്റുപ്പിഡിറ്റി മാത്രമായാണ് കണ്ടത്. പക്ഷേ നിന്നെ കണ്ട നിമിഷം, ദാറ്റ് മൊമെൻറ്റ് ഐ റിയലൈസ് നിന്നെ ലഭിക്കാനായി എൻ്റെ ഹൃദയം എനിക്ക് നൽകിയ സൂചനകളായിരുന്നു എന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇരു കൈകളും തൻ്റെ കൈക്കുള്ളിലാക്കി പിടിച്ചു. പാറുവിൻ്റെ ഹൃദയം ക്രമാതീതമായി മിടിച്ചുകൊണ്ടിരുന്നു. അവനിനി പറയുന്നത് കേൾക്കാൻ അവൾക്ക് വല്ലാത്ത കൊതി തോന്നി, മോഹം തോന്നി. അവനൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവളെ നോക്കി. ഐ തിങ്ക് ദിസ് ഈസ് ദ പെർഫെക്റ്റ് ടൈം ടു കൺഫസ് മൈ ഫീലിങ്സ്. ഐ ലവ് യു. എൻ്റെ ഇനിയുള്ള ജീവിതം മുഴുവനും നിന്നോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഉടലിൻ്റെയും ഉയിരിൻ്റെയും പാതിയായി, കാശിനാഥിൻ്റെ പ്രണയമായി എന്നും ദാ ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ തന്നെ അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റി. എനിക്കറിയാം നിന്റെ മനസ്സിൽ ഒരുപാട് സംശയമുണ്ടാകും. കുറച്ച് മണിക്കൂറുകൾ മാത്രം പരിചയമുള്ള ഒരാളോട് ഇത്ര പെട്ടെന്ന് ഇഷ്ടം തോന്നുമോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഞാൻ ഇങ്ങനെയാണ്. നിന്നോടുള്ള എൻ്റെ ഫീലിങ്സ് ഞാൻ തുറന്നു പറയുകയും ചെയ്തു. എൻ്റെ പ്രണയം നീ സ്വയം മനസ്സിലാക്കുകയും ചെയ്യും. അന്ന് എനിക്കുള്ള മറുപടി ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് ലഭിക്കും. എനിക്കറിയാം ഈ മനസ്സിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് എൻ്റെ മുഖം വല്ലാതെ പതിഞ്ഞിട്ടുണ്ടോ എന്ന്. അവൻ പറഞ്ഞു നിർത്തിയതും വിടർന്ന കണ്ണോടെ അവൾ അവനെ നോക്കി. കുറച്ച് നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി. ആ മൗനത്തിന് പോലും വല്ലാത്തൊരു ഭംഗി തോന്നി. അവൻ്റെ മിഴികൾ അവളിൽ തന്നെയായിരുന്നു. അവളെ തന്നെ നോക്കിയിരിക്കാൻ തോന്നി. ദിവസം മുഴുവനും ഒരു കുഞ്ഞു മാലാഖയെപ്പോലെയാണവൾ. കാറ്റിൽ പാറിപ്പറന്ന് അവളുടെ മുഖത്ത് ഉരസി മാറുന്ന അവളുടെ കുഞ്ഞു മുടിയിഴകളോട് പോലും അവന് അസൂയ തോന്നി. പാറു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തന്നിൽ തന്നെ മിഴികൾ ഉടക്കിയിരിക്കുന്നവനെ കാണെ തന്നിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു. തന്നിൽ ഉടലെടുക്കുന്ന പുതുവികാരങ്ങളിൽ അവൾ ഉഴറി. അവനെ നോക്കാനാവാതെ കണ്ണുകൾ നാലുപാടും എന്തോ തിരിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ സ്വയം നഷ്ടമാകുന്നതവൻ അറിഞ്ഞു. ഇനിയും അവളെ നോക്കിയാൽ ശരിയാവില്ല എന്ന തോന്നലിൽ അവിടെ നിന്നും എഴുന്നേൽക്കാനാഞ്ഞതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. പാറുവിന് വല്ലാത്തൊരാശ്വാസമാണ് അപ്പോൾ തോന്നിയത്. ക്രിസ്റ്റിയായിരുന്നു വിളിച്ചത്. അവനോട് സംസാരിച്ച ശേഷം ദേവ് പാറുവിൻ്റെ അരികിലേക്ക് വന്നു. എന്നാ നമുക്ക് പോകാം. അമ്മു നോക്കിയിരിക്കും. അവനോട് ഒരു വിധത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. ഓക്കെ കം. അതും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കോർത്ത് പിടിച്ച് അവൻ ബൈക്ക് പാർക്ക് ചെയ്തിടത്തേക്ക് നടന്നു. അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊരു ഞെട്ടലോടെ നോക്കി. പക്ഷേ ഒരു കൂസലുമില്ലാതെ മറുകയിൽ പിടിച്ച ഫോണിലേക്ക് നോക്കി നടക്കുകയായിരുന്നു അവൻ. ഇത്തവണ ബൈക്കിൽ കയറാൻ ആദ്യത്തെ അത്ര ബുദ്ധിമുട്ട് അവൾക്ക് തോന്നിയില്ല. എങ്കിലും അവനെ ഇറുകി പിടിച്ചാണ് ഇരുന്നത്. അത് ഇഷ്ടപ്പെട്ട പോലെ ഒരു ചിരി അവനിൽ തങ്ങി നിന്നിരുന്നു. പോകും വഴി ഒരു സ്റ്റാർ ഹോട്ടലിൽ കയറി. ആദ്യമായി അങ്ങനെയൊരു സ്ഥലത്ത് വരുന്നതിൻ്റെ എല്ലാ കൗതുകവും അവളിലുണ്ടായിരുന്നു. അവളെ കണ്ട് അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലരിൽ പുച്ഛമായിരുന്നുവെങ്കിൽ ചിലർ അവളെ വിടർന്ന കണ്ണുകളോടെ നോക്കി. ഉള്ളിലെ ഇൻറ്റീരിയർ ഡിസൈൻസ് എല്ലാം വിടർന്ന കണ്ണുകളോടെ വീക്ഷിക്കുന്ന അവളിൽ തന്നെ അവൻ്റെ മിഴികൾ ഉടക്കി നിന്നു. അവളുടെ നോട്ടം തന്നിലേക്ക് എത്തുമെന്ന് കണ്ടതും അവൻ മിഴികൾ വെട്ടിച്ചു മാറ്റി. ബേബി, നിനക്ക് എന്താ വേണ്ടത്? മെനു കാർഡിലേക്ക് നോക്കി ചോദിക്കുന്നവനെ അവൾ ദയനീയമായി നോക്കി. വാട്ട്? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. അതെനിക്കൊന്നും വേണ്ട. വൈ? വിശക്കുന്നില്ല. അവനൊന്നും മിണ്ടാതെ കുറച്ചു നേരം അവളുടെ മുഖത്ത് തന്നെ നോക്കി. അതെനിക്ക് ഈ സമയം വൈകി ലഞ്ച് കഴിച്ചാൽ ഞാൻ വോമിറ്റ് ചെയ്യും. അവൻ്റെ നോട്ടം കണ്ട് അവൾ പറഞ്ഞു. എന്തോ വല്ലാത്ത ചമ്മലും പരവേശവും കാരണം മുഖമുയർത്തി അവനെ നോക്കാനേ തോന്നിയില്ല. ഇതിൽ കൂടുതൽ അവനൊന്നും ചോദിക്കില്ല എന്ന് പാറു മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ബേബി, ആർ യു ഓൺ യുവർ പീരീഡ്സ്? അവൻ്റെ ചോദ്യം കേട്ടതും അവളുടെ കണ്ണ് മിഴിഞ്ഞു. അങ്ങനെയൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചത് പോലുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നറിയാതെ അവൾ ഇരുന്നു പോയി.
അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് അവൻ തന്നെ ചോക്ലേറ്റ് സ്മൂത്തി ഓർഡർ ചെയ്തു. അതേസമയം തന്നെ അവൻ്റെ ഫോൺ റിങ് ചെയ്തു. അമ്മ? ഇല്ല, പുറത്താണ്. ഓക്കെ, ബൈ. അവൻ ഫോണിൽ അധികം സംസാരിക്കില്ല എന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴേക്കും ഓർഡർ ചെയ്തത് അവരുടെ അരികിലെത്തിയിരുന്നു. അപ്പോഴാണ് അവൻ ഇതുവരെയും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അവൾ ഓർത്തത്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവിടെ അനക്കമൊന്നും ഇല്ലെന്നറിഞ്ഞ് അവൻ ഫോണിൽ നിന്നും മുഖമുയർത്തി നോക്കി. തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നവളെ കണ്ടതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. വാട്ട്? അത് ലഞ്ച് കഴിച്ചില്ലല്ലോ. ആര്? അവനൊരു കുസൃതിയോടെ ചോദിച്ചു. അത് കാശിയേട്ടൻ. ദേവ്. അവൻ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും ആരോ അവനെ വിളിച്ചത്. ഒരു ചെറുപ്പക്കാരനും കൂടെ ഒരു പെണ്ണുമുണ്ട്. പെണ്ണ് ഇത്തിരി മോഡേൺ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ വേഷം കണ്ട് ഒരു പുച്ഛത്തോടെ അവളെ നോക്കുന്നുണ്ട്. ഏയ് ദേവ്, എത്ര നാളായി കണ്ടിട്ട്? സുഖമല്ലേ നിനക്ക്? നീ ഇപ്പോൾ ഇവിടെയായിരുന്നു അല്ലേ? നിർത്താതെ ചോദിക്കുന്നവനെ കണ്ട് ദേവിനെന്തോ അസ്വസ്ഥത തോന്നി. യാ, ഐ ആം ഗുഡ്. ആ ഗാഡ്, പണ്ടത്തെ പോലെ ഇപ്പോഴും സംസാരം പിശുക്കിയാണല്ലോ. അല്ല, ഇതാരാ? കസിൻ സിസ്റ്റർ? ഷീ ഈസ് മൈ ഗേൾ. അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ദേവ് ഒരല്പം ദേഷ്യത്തിൽ പറഞ്ഞു. അവനൊപ്പം ഉണ്ടായിരുന്ന പെണ്ണിൻ്റെ മുഖം അത് കേട്ടതും ഇരുണ്ടു. ഓ റിയലി? ഹലോ, ഐ ആം നിർമ്മൽ. ദേവിൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു. ഇത് എൻ്റെ സിസ്റ്റർ നിഷ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. യുവർ നെയിം? പാർവതി. ദേവ് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നീട് കുറച്ചു നേരം കൂടി സംസാരിച്ചെങ്കിലും ദേവിൻ്റെ മുഖത്തു നിന്നും അവന് വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കി അവർ ബായ് പറഞ്ഞിറങ്ങി. ഒരു 3 മണിയാകുമ്പോഴേക്കും അവൻ അവളുമായി അവളുടെ ഹോസ്റ്റലിലെത്തിയിരുന്നു. ടേക്ക് റെസ്റ്റ്. അവളിറങ്ങിയതും കയ്യിൽ കരുതിയ ഡയറി മിൽക്ക് സിൽക്കും വേറൊരു കവറും നൽകിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു നടന്ന അതേ നിമിഷം തന്നെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തി. സോറി ബേബി, ഐ കാൺട്ട്. അത്രയും പറഞ്ഞുകൊണ്ട് മിഴിച്ചു നിൽക്കുന്ന അവളുടെ മൂക്കിൻ തുമ്പിലെ അവനെ ഏറെ കൊതിപ്പിച്ച മൂക്കുത്തിയിൽ അവൻ തൻ്റെ അധരങ്ങൾ ചേർത്ത് വെച്ചു. ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ ഒരേപോലെ കൂമ്പിയടഞ്ഞു. ആദ്യ ചുംബനം, അതിൻ്റെ അനുഭൂതി ഇരുവരിലും ഒരു ലഹരി പോൽ പടർന്നു കയറി. ഗോ. അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൻ്റെ നോട്ടം നേരിടാനാകാതെ തിരിഞ്ഞു നടന്നിരുന്നു അവൾ. നീ വന്നോ? പറ, പ്രപ്പോസ് ചെയ്തോ നിന്നെ? റൂമിലേക്ക് വന്ന് കയറിയതും അവളെ പിടിച്ച് ബെഡിലിരുത്തിക്കൊണ്ട് ആകാംക്ഷയോടെ ചോദിക്കുന്നവളെ പാറു കണ്ണു മിഴിച്ചുകൊണ്ട് നോക്കി. നിനക്കെങ്ങനെ? പാറുവിന് ചോദിക്കാതിരിക്കാനായില്ല. ഓഹ് എൻ്റെ പൂച്ചക്കുട്ടി, നിനക്കൊഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായി കാണും അങ്ങേര് നിന്നെ എന്തിനാ കൊണ്ടുപോയതെന്ന്. കോളേജ് മുഴുവനും ഇന്ന് നിന്നെപ്പറ്റിയായിരുന്നു സംസാരം. എന്നെ പറ്റിയോ? ദേവിച്ചേട്ടൻ്റെ ബൈക്കിൽ ആദ്യമായി കയറുന്നത് നീയാണത്രേ. അവരുടെ ഗ്യാങ്ങിലുള്ളവരെ പോലും അതിൽ കയറ്റില്ല. അപ്പോൾ നിന്നെ കയറ്റിയപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ നീ അങ്ങേർക്ക് ആരാണെന്ന്. അത് വിട്. എന്നിട്ട് നീ പറ, എന്തായി? എങ്ങനെയായിരുന്നു? ഫസ്റ്റ് കിസ് നടന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? അവസാനത്തെ ചോദ്യത്തിൽ ഒന്ന് പതറിയെങ്കിലും പാറു ചോദിച്ചു. സോറി, ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്നു പോയതാ. നീ പറ പെണ്ണെ, എത്ര നേരമായി ചോദിക്കുന്നു? എന്തോ അമ്മുവിൻ്റെ ചോദ്യത്തിൽ അവളോടൊന്നും മറച്ചു വയ്ക്കാൻ പാറുവിന് തോന്നിയില്ല. കാരണം 2 ദിവസം കൊണ്ട് തന്നെ അവൾ തൻ്റെ ആരൊക്കെയായി മാറിയിരുന്നു. എന്നിട്ട് ഇനി എന്താ നിന്റെ തീരുമാനം? അതിന് പാറു ഒന്നും മിണ്ടിയില്ല. നിനക്ക് ആ ചേട്ടനെ പറ്റി എന്തെങ്കിലും അറിയോ? അതിന് ഇല്ല എന്ന പോലെ പാറു തലയാട്ടി. എനിക്കും കൂടുതലൊന്നും അറിയില്ല. ഇപ്പോൾ ഒരു 25-26 വയസ്സൊക്കെ കാണും. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വീണ്ടും ഒരു PG കൂടി എടുത്തത് എന്ന് എൻ്റെ കസിൻ പറഞ്ഞ ഓർമ്മയുണ്ട്. ഇനി അത് തന്നെയാണോ ശരിയെന്നും അറിയില്ല. ഒന്ന് ഞാൻ പറയാം, നിൻ്റെ ലൈഫാണ്. നന്നായി ആലോചിച്ച ശേഷം മാത്രം തീരുമാനമെടുക്ക്. എന്താണെങ്കിലും ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാകും. അങ്ങേര് പറഞ്ഞ പോലെ നിൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ അങ്ങേരുണ്ടടി. ഇല്ലെങ്കിൽ വിളിച്ചുടനെ നീ മറുത്തൊന്നും പറയാതെ കൂടെ പോകില്ലായിരുന്നല്ലോ. നീ ടെൻസ്ഡ് ആകണ്ട. ഉടനെ മറുപടി വേണമെന്ന് ആ ചേട്ടൻ പറഞ്ഞില്ലല്ലോ. സോ ടൈം ധാരാളമുണ്ട്. നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം. അല്ല, എന്താ നിൻ്റെ കയ്യിൽ? അവളുടെ കയ്യിലിരിക്കുന്ന കവറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അറിയില്ല, കയ്യിൽ തന്നു. എന്താന്ന് ചോദിച്ചില്ല. നോക്കട്ടെ. അമ്മു അത് തുറന്നു നോക്കി. അവളൊന്നും കഴിക്കാത്തത് കൊണ്ട് അവൻ സാൻഡ്വിച്ച് വാങ്ങി നൽകിയതായിരുന്നു. എൻ്റെ പൊന്നോ ചക്കര, നീ അങ്ങോരോട് ഇപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓരോന്ന് തരാൻ പറയണം. എനിക്കും കൂടെ ഉണ്ട്. ചിലപ്പോൾ എൻ്റെ കൊതികിട്ടി നിൻ്റെ വയറ് കേടാകുമെന്ന് കരുതി കാണും. അമ്മു പറയുന്നത് കേട്ട് ഇതെന്ത് സാധനമെന്ന പോലെ പാറു അവളെ നോക്കി.
നീ വേഗം പോയി കുളിച്ചിട്ട് വാ. ക്യാൻറ്റീനിലെ ഫുഡ് കൊള്ളില്ലായിരുന്നു. വേഗം വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പാറുവിനെ തള്ളി കുളിക്കാൻ വിട്ടുകൊണ്ട് അമ്മ പറഞ്ഞു. പാറു കുളിച്ചു വന്ന ഉടനെ തന്നെ അവരത് കഴിച്ചു. പാറു ആദ്യമായാണ് അത് കഴിക്കുന്നത്. ആദ്യം എന്തോ പോലെ തോന്നിയെങ്കിലും പിന്നെ അതിൻ്റെ ടേസ്റ്റ് അവൾക്ക് ഇഷ്ടമായി. എന്താ ദേവൂട്ടാ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എൻ്റെ കുഞ്ഞ്. വൈകിട്ട് അമ്മയോട് സംസാരിക്കുകയാണ് ദേവ്. അതോ, അത് അല്ലെങ്കിൽ വേണ്ട, ഒരു സർപ്രൈസായി ഇരിക്കട്ടെ. ആ ആയിക്കോട്ടെ. മെഡിസിൻ കഴിച്ചോ നീ? അവനൊരു താല്പര്യമില്ലാതെ മൂളി. മുടങ്ങാതെ കഴിക്കണേ, നിന്റെ ക്ഷീണം മാറാനല്ലേ. എങ്കിൽ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവനും ഒരു ചിരിയോടെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു. അവൻ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിന്നും പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി നിന്നു. പാറുവുമായുള്ള നിമിഷങ്ങൾ ഓർക്കെ അവനിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു. പെട്ടെന്നാണ് ഇന്ന് കണ്ട ആളെപ്പറ്റി അവൻ ഓർത്തത്. നിർമ്മൽ. അങ്ങനെയൊരാളെ തനിക്ക് അറിയ പോലുമില്ല. ഇതുപോലെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. തനിക്ക് പരിചയമില്ലാത്തവർ വന്ന് തന്നോട് സംസാരിക്കുന്നത്. അമ്മയോട് പറഞ്ഞപ്പോൾ അവർക്ക് ആള് മാറിയതായിരിക്കുമെന്നായിരുന്നു മറുപടി. പക്ഷേ ഒന്നല്ല, ഒരുപാട് വട്ടം ഇതേ സംഭവമുണ്ടായി. ഇന്ന് തന്നെ നിർമ്മൽ തൻ്റെ പേര് വിളിച്ചാണ് വന്ന് സംസാരിച്ചത്. ദേവ് അവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു. പക്ഷേ ഓരോന്നോർക്കും തോറും അവൻ്റെ തല വെട്ടിപ്പൊളിയുന്ന പോലെ വേദന തോന്നാൻ തുടങ്ങി. സഹിക്കാൻ പറ്റാതെയായതും അവൻ മെഡിസിൻ കഴിച്ചു. പതിയെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. രാവിലെ കോളേജിലേക്ക് നടക്കുകയാണ് അമ്മുവും പാറുവും. കോളേജ് ഗേറ്റ് കടന്നതും കാണുന്നത് അവിടെ ഒരു മരത്തിന് കീഴിലായി നിൽക്കുന്ന സാന്ദ്രയെയും കൂട്ടരെയുമാണ്. ഇന്നത്തെ ദിവസം പോയി. അവരെ കണ്ടതും അമ്മു പറഞ്ഞു, ഹലോ, ഇങ്ങ് വന്നേ. അഞ്ച് വിളിച്ചതും അവരങ്ങോട്ട് നടന്നു. ഞാനിപ്പോൾ വരാം. ഇപ്പോഴാ ഓർത്തത്, ലൈബ്രറിയിൽ നിന്നും ഒരു ബുക്ക് എടുക്കാനുണ്ട്. സാന്ദ്ര അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഏയ് പാർവതി, താൻ വരുന്നുണ്ടോ? സാന്ദ്ര മുഖത്ത് ഭാവഭേദമൊന്നുമില്ലാതെ ചോദിച്ചു. അത് തന്നോട് വരാൻ പറഞ്ഞുകൊണ്ടുള്ള ആജ്ഞയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തലയാട്ടിക്കൊണ്ട് പാറു അവളുടെ പുറകെ നടന്നു. കുറച്ച് സമയത്തിന് ശേഷം സാന്ദ്രയോടൊപ്പം പുറത്തേക്ക് വന്ന പാറുവിൻ്റെ മിഴികൾ ചുവന്ന് കലങ്ങിയിരുന്നു.